നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന വീഡിയോയിൽ നമ്മുടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല ജി അവരുടെ കൂടെ അദ്ദേഹത്തിന്റെ ഇടതുഭാഗത്തിരിക്കുന്ന വ്യക്തിയെ ആർക്കെങ്കിലും അറിയാമോ? ആർക്കും അറിയില്ലെങ്കിൽ ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ പേര് ബിനോയ് ഷാനൂർ. കൊല്ലം പള്ളിമുക്കുകാരനാണ്. കോൺഗ്രസിന്റെ നേതാവാണ്. നിലവിൽ ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമാണ്. ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ, 2 ദിവസം മുമ്പ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ. നമ്മളിപ്പോൾ പുതിയ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ആ പദ്ധതി ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുകയാണ്. കേരളത്തിലെ മയക്കുമരുന്നിൻ്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ ഓപ്പറേഷൻസ് ആരംഭിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ലഹരി വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ, ലഹരി കച്ചവടക്കാരെയും മയക്കുമരുന്ന് മാഫിയയെയും പൊക്കി അകത്തിടാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ പേരാണ് ഓപ്പറേഷൻ തൂഫാൻ. അതിന് ഫുൾ സപ്പോർട്ട്. കാരണം ലഹരി കച്ചവടം നടത്തി വരും തലമുറയെ നശിപ്പിക്കുന്ന ആ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന് എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകുന്നു. പക്ഷേ ആഭ്യന്തരമന്ത്രി ചെറിയൊരു കുഴപ്പമുണ്ടല്ലോ. ഒരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങയുടെ കൂടെ ഇരിക്കുന്ന ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു 6 വർഷം മുമ്പ്, അതായത് കൊറോണ സമയത്ത് ബിനോയ് ഷാനൂറിനെ കുറിച്ചൊരു വാർത്തയുണ്ടായിരുന്നു. അങ്ങേക്ക് ഓർമ്മയുണ്ടാകുമോ എന്നറിയില്ല. ഇല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തി തരാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ കൊറോണ സമയത്തുള്ള വാർത്തകൾ കൂടി കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കൊല്ലം ഇരുവരും പോലീസ് സ്റ്റേഷൻ പരിചയപ്പെട്ട പള്ളിമുക്കിന്റെ പ്രദേശത്ത് നിന്ന് ഏകദേശം 20 ചാക്കുകളിലായിട്ട് 2500 പാക്കറ്റുകളിലായിട്ടുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് ഈ കാണുന്നത്. ബഹുമാനപ്പെട്ട കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ നാരായണൻ സാറിന് കിട്ടിയ ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് കൊല്ലം ഷാഡോ ടീമും ഇരുവരും പോലീസ് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇത്ര വ്യാപകമായ രീതിയിലുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിട്ടുള്ളത്. ഇത് പൂർണ്ണമായ ഒരു വണ്ടിയിൽ നിറച്ച രൂപത്തിൽ വരികയായിരുന്നു. അത് പോലീസിന് വിവരം കിട്ടും. അത് പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണെന്ന് വെളിവായിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടക്കുന്നു. പ്രതികൾക്ക് യാതൊരു രീതിയിലും ജാമ്യം കിട്ടാത്ത രീതിയിലുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുന്നു. ഇത് കൊണ്ടുവന്ന് ഈ ഉറവിടം കണ്ടെത്തുകയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയും ഇതിൻ്റെ ഭാഗമായിട്ടുള്ളവരെയും പൂർണ്ണമായ നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ എല്ലാവിധമായ സിറ്റി പോലീസ് കമ്മീഷൻ നിർദ്ദേശം തന്നിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടല്ലോ. ഇത് 20 ലക്ഷം രൂപയോളം വില വരുന്ന 26 ചാക്കുകളിലായി കെട്ടി ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ്. ഇനി ഇത് കടത്തിയതാരാണെന്നും ഇതിന് നേതൃത്വം കൊടുത്തതാരാണെന്നും കൂടിയുള്ള വാർത്തയും കൂടി നമുക്ക് കാണണ്ടേ? അതും കൂടി കണ്ടിട്ട് നമുക്കിനി തിരിച്ചു വരാം. കൊല്ലത്ത് വിദ്യാർത്ഥികൾക്ക് നിരോധിത പുകയില വിൽക്കാൻ സൂക്ഷിച്ച കേസിൽ ഒളിവിലായിരുന്നവർ പിടിയിൽ. കോൺഗ്രസ് നേതാവ് ബിനോയ് ഷാനൂരിനെയും കൂട്ടാളി ഷുഹൈബിനെയുമാണ് ഇരവിപുരം പോലീസ് പിടികൂടിയത്. രാമൻകുളങ്ങരയിൽ ഒരു വീട്ടിൽ ഒളിച്ചു താമസിക്കുന്നുവെന്ന രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് വീട് വളഞ്ഞ് പിടികൂടുകയായിരുന്നു. കൊല്ലം രാമൻകുളങ്ങരയിലെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് ബിനോയ് ഷാനൂരിനെയും കൂട്ടുപ്രതി ഷുഹൈബിനെയും പോലീസ് പിടികൂടിയത്. 20 ലക്ഷം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് ബിനോയ് ഷാനൂരിന്റെയും അയൽവീട്ടിലെ പിക്കപ്പ് വാനിൽ നിന്നും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഷാഡോ ടീമും ഇരവിപുരം പോലീസും ചേർന്ന് നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്തത്. അന്ന് ഒളിവിൽ പോയ പ്രതികളെയാണ് പോലീസ് വീട് വളഞ്ഞ് തന്ത്രപരമായി പിടികൂടിയത്. പ്രതികളെ പള്ളിമുക്കിലും വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളെ കണ്ടെത്തുകയുണ്ടായി. ഏകദേശം 19 ലക്ഷത്തോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയിലെ പ്രതിയെ ഇന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ബഹുമാനപ്പെട്ട ഐ പി എസ് ശ്രീ നാരായണൻ സാറിന്റെ ഷാഡോ ടീമിന്റെ നേതൃത്വത്തിൽ ആ വീട് മനസ്സിലാക്കുകയും ഇരുവരും പോലീസ് എത്തി സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ ഒന്നാം പ്രതി ബിനോയ് ഷാനൂർ, 2ാം പ്രതി സുഹൈൽ എന്നിവരെ മത്സരത്തിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. അതിൽ നിന്ന് മറ്റ് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നതേ ഉള്ളൂ. മറ്റ് സോഴ്സിനോടെ കണ്ടെത്തണം. അതിൽ അനധികൃതമായ സ്വത്ത് മറ്റു ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതും കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും ഈ പ്രതികളെ ഉടൻ തന്നെ റിമാൻഡ് ചെയ്ത നടപടികൾ 25ഓളം ചാക്കുകളിലായി വിവിധ ഇനത്തിൽപ്പെട്ട പുകയില ഉൽപ്പന്നങ്ങൾ പിക്കപ്പ് വാനിൽ ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മൂടിമറച്ച നിലയിലായിരുന്നു. ഇവയ്ക്ക് 20 ലക്ഷം രൂപ വില വരുമെന്ന് പോലീസ് പറഞ്ഞു. 77 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 24. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ, വാർത്ത കേട്ടല്ലോ. 20 ലക്ഷത്തോളം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഒളിച്ചു കടത്തി വിൽക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി എന്ന് പറയുന്നത് നിലവിലെ ആഭ്യന്തരമന്ത്രിയുടെ തൊട്ടടുത്തിരുന്ന് കുശലം പറയുന്ന ബിനോയ് ഷാനൂർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവിനെയാണ്. അപ്പോൾ ആഭ്യന്തരമന്ത്രിയോട് ചോദിക്കാനുള്ളത്,
കോളേജ് വിദ്യാർത്ഥികളെയും സ്കൂൾ വിദ്യാർത്ഥികളെയും ലഹരിക്ക് അടിമയാക്കാൻ ശ്രമിക്കുന്ന ഇതുപോലെയുള്ള നിങ്ങളുടെ കൂട്ടത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ തോളത്ത് കൈയിട്ടിട്ട് എങ്ങനെയാണ് ലഹരി വിരുദ്ധ കേരളത്തിന് നിങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ലഹരി വേട്ട നടത്തുന്നത്? എങ്ങനെയാണ് നിങ്ങൾ മയക്കുമരുന്ന് മാഫിയകളെ അറസ്റ്റ് ചെയ്ത് അകത്തിടുന്നത്? ഒരേ സമയം വേട്ടക്കാരനോടൊപ്പവും ഇരയോടൊപ്പവും പോകുന്ന ഒരു കാര്യമല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ കുറ്റക്കാരാവുകയും ഞങ്ങളുടെ കമന്റ് ബോക്സുകളിൽ വന്ന് നിരന്തരം തെറിവിളിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ കോൺഗ്രസ് സൈബർ പോരാളികളോടും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്നവരെ തെറി വിളിക്കുകയല്ല, അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടതെന്നും. ഏത് പാർട്ടിയിലെ നേതാക്കന്മാരായാലും ഇതുപോലെ ലഹരി കച്ചവടം നടത്തി നാടിനെ മുടിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ മാറ്റി നിർത്തപ്പെടേണ്ടത് അതാത് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമെന്നും ഇങ്ങനെയുള്ളവരെ അകറ്റി നിർത്തുമെന്നുമൊക്കെ ഞങ്ങൾ സ്നേഹപൂർവ്വം വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു.